വസീഫ് രണ്ട് ചോദ്യങ്ങളാണ്. ഈ പിന്തുണ തന്നാൽ പിന്തുണ സ്വീകരിക്കുമെന്നുള്ള ഒന്നാമത്തെ ചോദ്യം. മുക്കത്ത് നേരത്തെ തന്നെ വസീഫ് മറുപടി പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി പറയാം. നിജേഷ് ചോദിച്ച ചോദ്യം അല്ല, പിന്തുണയാണോ? ഇപ്പോൾ 15-ാം തീയതി നവംബർ 1-ാം തീയതി കൊടിയത്തൂരിൽ ഒരു 1-ാം വാർഡിൻ്റെ കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷനിൽ UDF നേതാക്കന്മാർ ഒന്നിച്ച് പങ്കെടുക്കുക. ആരോടൊപ്പം? വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ നേതാവിനോടൊപ്പം പങ്കെടുക്കുക. അവിടെ UDFന്റെ സ്ഥാനാർത്ഥി ആരാ? നിങ്ങളൊന്ന് പറ. അതാരാ? ഒന്ന് അന്വേഷിച്ച്. നിജേഷ് പറയുന്നല്ലോ നാട്ടുകാരാണ്, കോഴിക്കോട്ടുകാരാണ്, നിജേഷിന് അറിയാത്തവരല്ലല്ലോ. 15-ാം വാർഡിൽ കൊടിയത്തൂരിൽ നിജേഷിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാ? ഒന്ന് പറയണ്ടേ? എന്തിനാ ഇവരെ ഇങ്ങനെ ആളെ കബളിപ്പിക്കുന്നത്? ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ നീക്കുപോക്ക് മാത്രം പിടിച്ച് ഇങ്ങനെ ഇതിനെ എല്ലാം ന്യായീകരിച്ചു പോകാം എന്നാണോ കരുതുന്നത്? അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പൊ തലശ്ശേരിയിൽ എന്തോ കഥയും പറഞ്ഞതിന് മുമ്പ് ഞാനത് വിട്ടുപോയതാ. തലശ്ശേരിയിലൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇതുപോലെയുള്ള വർഗീയ കക്ഷികളെ കൂട്ടേണ്ട എന്ത് ആവശ്യമാണുള്ളത്? എന്ത് ഗതികേടാ ഞങ്ങൾക്കുള്ളത്? കണ്ണൂരിലെ പല സ്ഥലത്തും നിങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പോലും ആളില്ല. അവിടെയാണോ ഞങ്ങൾ നിങ്ങളെ ഭയന്ന് ഇങ്ങനെ SDPI കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാ ആൾക്ക് അംഗീകരിക്കാൻ പറ്റുക? ഞങ്ങൾ ഈ SDPIയോടും ഈ പറയുന്ന RSSനോടും ഒക്കെ ഏറ്റുമുട്ടി വലുതായവരാ. നിങ്ങളുടെ നേതാവാണ് പറഞ്ഞത് എന്ത്? RSSന്റെ ശാഖക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ KPCC പ്രസിഡന്റ് ആയിരുന്നു. മറന്നോയോ? RSSന്റെ ശാഖക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ് നിങ്ങളുടെ മുൻ KPCC പ്രസിഡന്റ് സാക്ഷാൽ K സുധാകരൻ. മറ്റതെന്താ പറഞ്ഞത്? മറ്റത് പറഞ്ഞത് അദ്ദേഹം തന്നെ വളരെ കൃത്യമായി തിരുത്തി പറഞ്ഞ് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗോവിന്ദ മാഷും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആരായിരുന്നു എന്നുള്ളത്. ജനതാ പാർട്ടി എന്നുള്ളത് മാറി അതിൽ ഈ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതല്ലേ അതിലുള്ളൂ. നിങ്ങളുടെ നേതാക്കന്മാർ ആരൊക്കെ ആ സമയത്ത് ആ മുന്നണിയിൽ ഉണ്ടായിരുന്നു? ഇന്നുള്ള ഈ നേതാക്കന്മാരെല്ലാം അന്ന് ജനതാ പാർട്ടിയുമായി ഐക്യപ്പെട്ടതല്ലേ കേരളത്തിൽ ഉൾപ്പെടെ? ഇപ്പോ ഉള്ള സാഹചര്യമോ? ഈ കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ തവണ പുതിയ വാർഡിൽ എങ്ങനെയാ BJP ജയിച്ചത്? നിങ്ങളുടെ KSUവിന്റെ ഭാരവാഹി മത്സരിക്കുന്ന സമയത്ത് തലേ വർഷം തൊട്ട് മുന്നേയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ നിന്ന് 60% വോട്ട് എങ്ങനെ കുറഞ്ഞുപോയി? എങ്ങനെ കുറഞ്ഞുപോയി? ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കുറയോ? അതാ പറയുന്നത്. നിങ്ങൾക്ക് പറ്റാവുന്നിടത്തെല്ലാം അവസരോചിതമായി നിങ്ങൾക്ക് പറ്റാവുന്ന തരത്തിലെല്ലാം അവസരോചിതമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്കൊരു രാഷ്ട്രീയ നിലപാടില്ല. നിങ്ങൾ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തെ വർഗീയതയോട് സന്ധി ചെയ്താലും രാജ്യത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് വന്നാൽ മതി എന്നുള്ള നിലപാടാ സ്വീകരിക്കുന്നത്. അതാ പ്രശ്നം. അതാ ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതാ ഉമർ ഫൈസി ഉന്നയിക്കുന്നത്. ആ ഉമർ ഫൈസിയാണ് ഏതോ ഒരാൾ എന്ന് നിങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് ഉപദേശം വേണ്ട, അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. അദ്ദേഹം മാർക്സിസ്റ്റുകാരനാണോ? എന്നെ കേൾക്കുന്ന സമസ്തയ്ക്ക് പിന്തുണ കൊടുക്കുന്ന, സമസ്തയോടൊപ്പം നിൽക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ. നിജേഷ് അരവിന്ദിനെ പോലെ KPCCയുടെയും DCCയുടെയും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന അവരുടെ ഒരു വക്താവ് എന്ന് പറയുന്നു ഉമർ ഫൈസി ഏതോ ഒരാൾ, അദ്ദേഹത്തിന്റെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. പറയട്ടെ, നമുക്ക് വിലയിരുത്താലോ. പൊതുസമൂഹം അതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. ഇവരുടെ KP ബാബു ഇവിടെ പറഞ്ഞത് ഇപ്പോ നിജേഷ് അരവിന്ദും പറഞ്ഞു ഞങ്ങൾക്ക് അവർ വോട്ട് തരുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ അവരുമായിട്ട് ധാരണയില്ല എന്നല്ലേ പറയുന്നത്? ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ വാ കൊടിയത്തൂരേക്ക്, നിങ്ങൾ വാ ഈ ഫറൂഖ് ചെറുവണ്ണൂരിലേക്ക്, ഈ കോർപ്പറേഷന്റെ ചെറുവണ്ണൂർ വാർഡിൽ നിങ്ങൾ വാ, നമുക്ക് കാണാന്നേ ആരാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന്. എന്തിനാ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? കുറെ ചരിത്രമോ കുറെ മുന്നത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ, ഇപ്പൊ നടക്കുന്ന സംഭവമാണ്. നിജേഷ് വാ. നിജേഷിന് ഒരു പക്ഷേ ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും, ചിലപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. കാരണം പല കാര്യങ്ങൾ പല സ്ഥലത്തെ തെരഞ്ഞെടുപ്പും ഉത്തരവാദിത്വം ഒക്കെ പോകുന്ന സമയത്തെ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ വാ ഫറൂഖിലേക്ക്. ആരാ ചെറുവണ്ണൂരിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥി? ഒന്ന് വിളിച്ചന്വേഷിച്ചാൽ കിട്ടുമല്ലോ. അറിയില്ലെങ്കിലും ഇപ്പോൾ വിളിച്ചാലും കിട്ടുമല്ലോ. അതിന് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും വേണ്ട. ആരാ കൊടിയത്തൂരിലെ 15-ലും 1-ലും നിങ്ങളുടെ സ്ഥാനാർത്ഥി? ജമായത്തിന്റെ സ്ഥാപക നേതാവിന്റെ മകനാണ് എന്ന് ഞാൻ പേര് സഹിതം ഉന്നയിച്ചു ഇവിടെ പറഞ്ഞു. എന്നിട്ട് അവരുടെ വോട്ട് വാങ്ങുന്നു എന്നേ ഉള്ളൂ എന്ന്.
നിങ്ങൾ അവരുമായി പരസ്യ സഖ്യത്തിലാണ്. UDF ആയിട്ടാണ് അവർ മത്സരിക്കുന്നത്. എങ്ങനെയാ നിങ്ങൾക്ക് രാജ്യത്ത് വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്നവരാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുക? എങ്ങനെയാ സാധിക്കുക? ഇതാ ചോദ്യം. ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് തിരുത്താൻ. നിങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ 4 വോട്ടിന് വേണ്ടി ഏത് വർഗീയതയോടും ഞങ്ങൾ സമരസപ്പെടും എന്നുള്ള നിലപാട് മുന്നോട്ട് വെക്കരുത്.